ഒരാളാ തിരിയങ്ങ് കൊളുത്തി. എന്നിട്ട് എന്നാ പറ്റി? എന്നാ പറ്റിയെന്നോ അതങ്ങ് അവസാനം പറയാം. ഹായ്, എല്ലാവർക്കും ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്നൊരു ഫുൾ എന്റർടൈൻമെന്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിച്ചു നീട്ടുന്നില്ല, നേരെ കണ്ടന്റ് അങ്ങ് പറയാം. ഇന്ന് നമ്മൾ ചെറിയ 2 വെറൈറ്റി ഉള്ള ഹോളോഗ്രാം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ടിപ്സ് ചെയ്യുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കനോട് എനേബിൾ ആക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഹോളോഗ്രാം ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആകെപ്പാട് ആവശ്യമായിട്ട് വരുന്നത് ഇതേപോലത്തെ ഒരു OHP ഷീറ്റ് പേപ്പറും അതോടൊപ്പം തന്നെ സ്മാർട്ട് ഫോണുമാണ് കേട്ടോ. അപ്പോൾ ഈ OHP ഷീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 5 രൂപയാണ് വരുന്നത്. കാണുവാണെങ്കിൽ അതിൻ്റെ പുറത്ത് ചെറിയൊരു കവർ വരുന്നുണ്ട്. ആ കവർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരി കളയാം കേട്ടോ, നമുക്ക് ആവശ്യം വരുന്നില്ല ഈ കവർ. ഇനി ഈ ഒരു ഷീറ്റ് വെച്ച് നമ്മുടെ ഹോളോഗ്രാം എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കൊരു പേപ്പർ എടുക്കാം. എന്നിട്ടൊരു സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം നമുക്കതിന് 10 സെൻറ്റിമീറ്റർ ചെറിയ ലൈൻ വരയ്ക്കാം കേട്ടോ ആദ്യമേ തന്നെ. എന്നിട്ട് ഈ ലൈനിൻ്റെ സെൻറ്ററിൽ നിന്നും നേരെ ടോപ്പിലേക്ക് നമുക്ക് 5 സെൻറ്റിമീറ്ററിൻ്റെ വേറൊരു ചെറിയ ലൈൻ കൂടെ വരച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ലൈനിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് 2 സെൻറ്റിമീറ്ററിൻ്റെ ചെറിയൊരു ലൈൻ കൂടെ വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മുകളിലും അടിയിലുമുള്ള 2 ലൈനുകൾ തമ്മിൽ യോജിപ്പിക്കാം. അങ്ങനെ അവസാനം നമ്മുടെ ഒരു ഫിഗർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു OHP ഷീറ്റ് പേപ്പർ നമ്മുടെ ഡയഗ്രത്തിൻ്റെ മണ്ടയിലേക്ക് വെച്ചിട്ട് ആ ഫിഗർ നമുക്കൊന്ന് കോപ്പി ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഫിഗർ മാത്രം പോരാ, നമുക്ക് ഇതേപോലെ 4 ഫിഗർ കോപ്പി ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം ഓരോന്നിട്ടങ്ങ് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ OHP ഷീറ്റിൽ മാർക്ക് ചെയ്ത് വെച്ച 4 പീസും ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെല്ലോ ടേപ്പ് വെച്ച് അങ്ങ് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കാൻ നേരത്ത് സെല്ലോ ടേപ്പിൻ്റെ പകുതി ഭാഗം ഈ ഒരു പീസിനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒട്ടിക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പീസ് നേരെ തിരിച്ചു വെച്ചതിന് ശേഷം സെല്ലോ ടേപ്പിൻ്റെ ബാക്കി ഭാഗത്തേക്ക് രണ്ടാമത്തെ പീസ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള 3 പീസും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഹോളോഗ്രാമാണ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രി വരെ വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ വിഷ്വൽസ് എല്ലാം എടുക്കാം. അങ്ങനെ നമ്മുടെ ഫോണിൽ 2 വീഡിയോ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ഹോളോഗ്രാം ഫോണിൻ്റെ മണ്ട വെച്ചിട്ട് നമുക്ക് ആ ഒരു ഹോളോഗ്രാഫിക് വീഡിയോ അങ്ങ് എടുക്കാം. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പക്ഷി ശരിക്കും പറന്നു വരുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നില്ലേ? അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആ പറന്നു വരുന്നൊരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരാളാ തിരിയങ്ങ് കൊളുത്തി. എന്നിട്ട് എന്നാ പറ്റി? എന്നാ പറയാൻ, കൊളുത്തിയത് പടക്കമല്ലേ, അതടക്കം കിട്ടാന്നൊരു ഒറ്റ പൊട്ടിയായിരുന്നു. എല്ലാം ശുഭം. നമ്മുടെ ആദ്യത്തെ ഹോളോഗ്രാം, അതായത് നമ്മുടെ OHP ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയ ഹോളോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഹോളോഗ്രാം ഉണ്ടാക്കാം. അതിൻ്റെ മേക്കിംഗ് വളരെ സിമ്പിളാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആകെപ്പാട് ഒരു ബോട്ടിൽ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പം നേരെ അതിൻ്റെ മേക്കിങ്ങിലേക്ക് പോകാം. ആദ്യമേ ഒരു ബോട്ടിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നെക്ക് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് കണ്ടിച്ച് കളയുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ ടോപ്പിലേക്ക് ഒരു 4 അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ മാറി വരുന്ന പോർഷൻ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഹോളോഗ്രാമാണ് റെഡി ആയിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞാൽ കണ്ടതാണല്ലോ എന്ന് കരുതി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ നോക്കുക. നമ്മുടെ രണ്ടാമത്തെ ഹോളോഗ്രാമിലെ വീഡിയോ വർക്ക് ആവുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു വീഡിയോയുടെ ക്വാളിറ്റി തീർത്തും കുറവാണ് കേട്ടോ. ഒരു പക്ഷേ നമ്മൾ ഉപയോഗിച്ച കുപ്പി കുറച്ച് പഴയതായതുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു വിഷ്വൽ തീർത്തും ക്വാളിറ്റി കുറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ലൊരു പുത്തൻ കുപ്പി ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വയ്ക്കുന്നതായിരിക്കും. ബൈ.